ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നത് സംബന്ധിച്ച് ലെബനൻ ഇസ്രായേൽ ചർച്ച നാളെ നടക്കുമെന്ന സൂചന നൽകി ഡൊണാൾഡ് ട്രംപ്. ദി ട്രൂത്ത് സോഷ്യൽ കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 34 വർഷമായി കാത്തിരുന്ന ചർച്ച നടക്കാൻ സാധ്യത തുറന്നിരിക്കുന്നു എന്നാണ് ട്രംപ് സമൂഹമാധ്യമത്തിൽ സൂചിപ്പിച്ചത്. ഹിസ്ബുള്ള വിഷയത്തിൽ ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറെന്ന് ഇസ്രായേലും അറിയിച്ചിരുന്നു. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ പറയും. രോഹിണി, ലെബനനുമായുള്ള നേരിട്ടുള്ള ചർച്ചകളുടെ സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ലെബനൻ നേരിട്ടുള്ള ചർച്ചകൾ നടത്തി ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്താമെന്നൊരു നിലപാട് നേരത്തെ തന്നെ ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇറാൻ വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ ഉണ്ടാകുന്ന മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനെ അംഗീകരിക്കില്ലെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ അറിയിച്ചൊരു സാഹചര്യത്തിൽ നേരിട്ടുള്ള ചർച്ച ലെബനനുമായി ആകാമെന്നൊരു നിലപാടാണ് ഇസ്രായേൽ അറിയിച്ചത്. ഇന്ന് ഇസ്രായേൽ ഇത് സംബന്ധിച്ച ഒരു യോഗം, അതായത് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിന് ഒരു അംഗീകാരം നൽകിയെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു നിലപാട്, ഈ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ കൃത്യമായി പറയുന്നത് 34 വർഷമായി നടക്കാതിരുന്ന ആ ഒരു സമാധാനം, ഒരു ശ്വാസം കിട്ടാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ശ്വാസം വലിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ, ഒരു ബ്രീത്തിങ് ചാൻസ് എന്ന രീതിയിലാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നാളെ ആ ചർച്ചകൾ നടക്കാനിരിക്കുന്നു എന്നാണ് സമൂഹമാധ്യമ കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുക, ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ നിർത്തുക എന്നത് ഇറാൻ്റെ ഒരു ആവശ്യവും നിരായുധീകരിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് ആവശ്യങ്ങളും നടക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും നേരിട്ടുള്ള ഇസ്രായേൽ ലെബനൻ ചർച്ച നടക്കുകയും ചെയ്യുമ്പോൾ ഈ തർക്ക വിഷയം ഇവിടെ അവസാനിക്കുകയും സ്വാഭാവികമായും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനത്തിനുള്ള സാധ്യതയുടെ ഒരു ഘടകം പൂർത്തിയാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഏത് രീതിയിലായിരിക്കും തുടർ ചർച്ചകൾ ഉണ്ടാവുക എന്നെല്ലാം തന്നെ നാളെയാണ് അറിയാനിരിക്കുന്നത്. കാത്തിരുന്ന് കാണേണ്ടതുമുണ്ട്. ശരി, ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.